കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. 10 വർഷത്തെ ഇടതുഭരണം അലയമൺ പഞ്ചായത്തിൽ അവസാനിച്ചു. മൃഗീയ ഭൂരിപക്ഷത്തോടെ ഇവിടെ UDF ഭരണം തിരിച്ചുപിടിച്ചു. 16 വാർഡുകളിൽ 10 നേടിയാണ് UDF അധികാരത്തിൽ തിരിച്ചെത്തിയത്. ഇടതുമുന്നണിക്കാകട്ടെ ആകെ ലഭിച്ചത് 3 വാർഡുകൾ മാത്രം. എന്നാൽ കഴിഞ്ഞ തവണ 2 വാർഡിൽ ഒതുങ്ങിയ BJP ഇക്കുറി 3 വാർഡുകളിൽ നേടിയത് മിന്നും വിജയം. കണ്ണങ്കോട്, കടവറം, ആനക്കുളം, ചണ്ണപ്പേട്ട, മണക്കോട്, മീൻകുളം, കരുകോൺ, പുല്ലാഞ്ഞിയോട്, കരുകോൺ ടൗൺ, പുത്തയം വാർഡുകളിലാണ് UDF വിജയിച്ചത്. തെക്കേ ഭാഗം, വനത്തുമുക്ക്, അലയമൺ വാർഡുകളിലാണ് ഇടതുപക്ഷത്തിന് വിജയിക്കാനായത്. കൈതാടി, കുട്ടിനാട്, മൂങ്ങോട് വാർഡുകളിൽ BJP വിജയിച്ചു. ഇതിൽ കൈതാടി, കുട്ടിനാട് വാർഡുകൾ BJPയുടെ സിറ്റിംഗ് വാർഡുകളാണ്. 8 വാർഡുകളിൽ മത്സരിച്ച CPM 2 വാർഡുകളിൽ മാത്രമാണ് വിജയിച്ചത്. CPI ആകട്ടെ 7 വാർഡിൽ മത്സരിച്ചപ്പോൾ വിജയിച്ചത് 1 വാർഡിൽ മാത്രം. കണ്ണങ്കോട് വാർഡിൽ മത്സരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് CPIയിലെ M ജയശ്രീ UDF സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. 30 വർഷമായി 6 തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണി മാത്രം വിജയിച്ചു വന്ന കടവറം വാർഡ് ഇക്കുറി വലിയ ഭൂരിപക്ഷത്തിൽ UDF പിടിച്ചെടുത്തത് ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന മനാഫിന്റെ വാർഡാണ് കടവറം. യൂത്ത് കോൺഗ്രസ് നേതാവ് മാഹീൻ കാട്ടുംപുറമാണ് ഇവിടെ വിജയിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് കരുകോൺ ഡിവിഷനും ഇക്കുറി ഇടതിനെ കൈവിട്ടു. കിഴക്കൻ മേഖലയിൽ അധികാരം നിലനിർത്താൻ കഴിയുമെന്ന് CPMഉം ഇടതുമുന്നണിയും ശുഭപ്രതീക്ഷ പങ്കുവച്ച അലയമണിലെ കനത്ത പരാജയത്തിന്റെ ഞെട്ടലിലാണ് ഇടതു ക്യാമ്പ്. എന്തായാലും വരും ദിവസങ്ങളിൽ അലയമണിലെ കനത്ത പരാജയം ഇടതുമുന്നണിയിൽ പ്രത്യേകിച്ച് CPMൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. പ്രദേശത്തെ പ്രമുഖർക്ക് തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് ഇതിനോടകം പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട്. നാട്ടുവാർത്ത, അഞ്ചൽ. നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും. ഉദ്ഘാടന ദിവസമായ ഡിസംബർ 19-ന് 20,000 രൂപയിൽ കൂടുതൽ വാങ്ങുന്ന എല്ലാവർക്കും ഒരു സ്വർണ്ണ നാണയം സമ്മാനം. നിങ്ങളുടെ സത്യ.